ഇറ്റ്സ് മീ മാനു പറ്റമൽ ഫ്രം മാനുസ് കാർ വേൾഡ്. അപ്പോൾ എങ്ങനെ ഈ കാണുന്ന വാഹനം US നിർമ്മിതമായ ജീപ്പ് കോമ്പസ് നിങ്ങൾക്ക് സ്വന്തമാക്കണോ? നിങ്ങളതിന് വലിയൊരു സംഖ്യ ഒന്നും മുടക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മുടക്കേണ്ടത് കേവലം 1 ലക്ഷം രൂപ മുടക്ക് മുതൽ ബാക്കി ഫിനാൻസ് അവൈലബിൾ ആയിട്ട് മാനുസ് കാർ വേൾഡിൽ നിന്നും നിങ്ങൾക്ക് ഈ വാഹനത്തെ സ്വന്തമാക്കാം. ഇത് 2018 ലിമിറ്റഡ് ഓപ്ഷൻ, ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന ഡീസൽ വാഹനമാണ്. നിങ്ങൾക്ക് വെറും 1 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത്. എങ്ങനെയെന്നുള്ള സംശയത്തിന് ഞാൻ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഇത് 2018 മോഡൽ ജീപ്പ് കോമ്പസ്. ഈ ജീപ്പ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത്, ഇന്ത്യയിലും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത്, അതായത് ഓഫ് റോഡ് റൈഡേഴ്സ് എല്ലാം ആ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വാഹനമാണ് ജീപ്പ്. ഇത് നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കോലിളക്കം തന്നെ സൃഷ്ടിച്ചു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെലിബ്രിറ്റീസിൻ്റെ കയ്യിൽ അധികം ഈ ജീപ്പുമായി ബന്ധപ്പെട്ട ഒന്നുകിൽ വ്രാംഗ്ലർ അല്ലെങ്കിൽ റൂബിക്കോൺ അല്ലെങ്കിൽ കോമ്പസ് ഇതേപോലത്തുള്ള വാഹനമായിരിക്കും. ഈ വാഹനം അധികവും നമ്മൾ ഉപയോഗിക്കുന്ന ആരുടെ കയ്യിലാണ്? സെലിബ്രിറ്റീസിൻ്റെ കയ്യിൽ നമ്മൾ കാണും. അതേപോലെ പ്രീമിയം ക്ലാസ്സിൽ ജീവിക്കുന്ന അധിക ആളുകളുടെ കയ്യിലും ഫസ്റ്റ് ആയിട്ടോ സെക്കൻഡ് ആയിട്ടോ ജീപ്പിൻ്റെ അല്ലെങ്കിൽ കോമ്പസിൻ്റെ ഈ വാഹനം കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പ്രീമിയത്തിൻ്റെ അല്ലെങ്കിൽ ആഡംബരത്തിൻ്റെ ഒരു പ്രതിച്ഛായയാണ് ഈ വാഹനം. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇതിന് വലിയ എമൗണ്ട് വരുമോ? ഒരിക്കലുമില്ല. നിങ്ങൾക്ക് തുച്ഛമായ വിലയ്ക്ക് ഇത് തരാൻ പറ്റും. ഈ വാഹനം ഇന്ന് റോഡിൽ ഇറങ്ങുമ്പോൾ 33,80,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. പക്ഷേ അതിൻ്റെ 1/3 പണത്തിന് ഇത് തരാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ വാഹനത്തെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഒന്ന് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ ഗ്രില്ല് കണ്ടോ? ഇതേപോലത്തുള്ള ഗ്രില്ലുകൾ വേറെയും വാഹനങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് നമുക്ക് വാങ്ങാനും കിട്ടും. അധികം വാഹനങ്ങൾക്ക് ചില വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണെന്ന് അറിയാൻ പറ്റുമോ? നമ്മളെ ബ്രിസ, അതേപോലെ KUV, അതേപോലത്തെ വാഹനങ്ങളിൽ ഇതേപോലത്തെ ഗ്രില്ല് വരുന്നുണ്ട്. ഈ ഗ്രില്ലിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് യൂറോപ്യൻ കൺട്രീസിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഈ ഇതാ 1 2 3 4 5 6 7 ഈ 7 ഹോളുള്ള ഈ ഗ്രില്ല് കണ്ടു കഴിഞ്ഞാൽ ഇത് US നിർമ്മിതമായ ജീപ്പിൻ്റെ വാഹനമാണെന്നുള്ളത് ആളുകൾക്ക് അറിയാൻ പറ്റും. ഇതിന് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രയോറിറ്റി ഉണ്ട്. അതേപോലെ ഒരു ആഡംബരത്തിൻ്റെ ഒരു ലുക്ക് ഉണ്ട്. ആ ലുക്ക് മാറ്റുന്നതിന് വേണ്ടി മാത്രമാണ് മറ്റുള്ള വാഹനങ്ങളിലും ഇത് ഘടിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് വളരെ ചെറിയൊരു ഹെഡ്ലൈറ്റ് ആയിട്ടാണ് നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഹൈ ബീം ഹെഡ്ലൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ പവറാണ് ഇതിന്. പിന്നെ DRL ലൈറ്റ് ഓൾറെഡി കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ വരികയെന്നുണ്ടെങ്കിൽ ഫോഗ് ലാമ്പ് എല്ലാം വളരെ വൃത്തിയായിട്ടുള്ള നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുണ്ട്. നല്ല ഹൈ പവറിലുള്ളതാണ്. കാരണം ഒരു 35 ലക്ഷം രൂപ വില വരുന്ന ഒരു വാഹനത്തിൽ എന്തെല്ലാം സ്പെയർ പാർട്സുകൾ ഉണ്ടാവും എന്ന് നമുക്ക് തന്നെ ഊഹിക്കാൻ പറ്റും. അതിനുള്ള എല്ലാ ക്വാളിറ്റിയും ഉണ്ടാവും. പക്ഷേ ഈ വാഹനത്തിൻ്റെ വില അത്രയൊന്നും ഇല്ലയെന്നെങ്കിലും ഈ വാഹനത്തിൻ്റെ വില, ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇതിന് ആക്സിഡൻറ്റോ ക്ലെയിമോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. പിന്നെ ഈ വാഹനം വാങ്ങുമ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇതിന് ഓൾറെഡി 48,000 രൂപ ഇപ്പോൾ അടച്ചിട്ട് എക്സ്റ്റൻഡ് വാറൻറ്റി 2 വർഷത്തേക്ക് വാങ്ങിയിട്ടുണ്ട്. അതായത് ഈ വാഹനത്തിന് എന്ത് കംപ്ലയിൻറ്റ് വന്നാലും കമ്പനിയിൽ എക്സ്റ്റൻഡ് വാറൻറ്റി നിങ്ങൾക്ക് ലഭ്യമാണ്. അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഞാൻ എപ്പോഴും പറയാനുള്ളത്, ഇത് നിങ്ങൾക്ക് ഓൾറെഡി ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് ക്ലിയറായി കാണാൻ പറ്റുമെന്ന് എനിക്കറിയുന്നില്ല. പക്ഷേ നല്ല നീറ്റായിട്ട് ബോഡി ഷേപ്പിലുള്ളൊരു വാഹനമാണ്. കണ്ടോ? ഇത് ജീപ്പ് ട്രയൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ജീപ്പിന് ഇതിൻ്റെ ഒരു ക്ലബ്ബുണ്ട്. അതായത് ജീപ്പ് ലവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ്ബുണ്ട്. ഈ ക്ലബ്ബിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ യാത്രകൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ അവർ നമ്മളായിട്ട് ബന്ധപ്പെടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് സുഖമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനും അതേപോലെ ടെൻറ്റ് ക്യാമ്പിങ്ങും മറ്റു കാര്യങ്ങൾക്കൊക്കെ അവർ പോകാനും പറ്റും. ഈ വാഹനം ഓൾറെഡി ആ ക്ലബ്ബിലുള്ളതാണ്. അതായത് ഈ വാഹനം വാങ്ങുന്ന ആളുകൾക്ക് ആ ക്ലബ്ബ് മെമ്പർഷിപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റിത്തരാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇത് ലിമിറ്റഡ് ആണ് ഈ വാഹനം എന്നുള്ള. ഡിക്കി നല്ല വൃത്തിയാണ്. ഇനി ഇതിൻ്റെ സ്പെയർ വീല് പുത്ത സ്പെയർ വീലാണ്, ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല നീറ്റല്ലേ, നല്ല വൃത്തിയുള്ള അൺടച്ച് പീസ് എന്ന് നമ്മൾ പറയില്ലേ, അതാണ് ഇതിന് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിന് പറയത്തക്ക ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇവിടെ ഈ സൈഡ് സ്റ്റെപ്പിൽ ചെറിയൊരു ചുളുക്കെന്തോ ഒന്ന് വന്നിട്ടുണ്ട്. അതല്ലാത്ത വേറെ ഒരു കംപ്ലൈൻറ്റും ഇതിനില്ല. ഈ ലിമിറ്റഡ് ഓപ്ഷനിലാണ് ഈ എക്സ്ട്രാ സൈഡ് സ്റ്റെപ്പ് വരുന്നത്. മറ്റേ ഓൾറെഡി സൈഡ് സ്റ്റെപ്പ് വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇതിനെടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഉഗ്രൻ ലെതർ ഫിനിഷിങ് വൈറ്റ് കളറിൽ, ഒരു ഗ്രേ വൈറ്റ് കളറിൽ ഇത് വന്നിട്ടുള്ളത്.
ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഏറ്റവും ഭംഗിയാക്കാൻ ഇത് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഈ ജീപ്പ് കോമ്പസിൻ്റെ പരസ്യം നമ്മൾ കാണുമ്പോൾ നമ്മുടെ കണ്ണുടക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രീമിയം ലക്ഷറി ഫീൽ ചെയ്യാനുള്ള സീറ്റാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ പറയുന്നുണ്ടെങ്കിൽ ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ഇൻബിൽഡ് സെറ്റ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്, ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള വാഹനങ്ങൾ കാണാത്ത ഇതാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക്. അതായത് ഇത് പ്രീമിയം ലക്ഷറി കാറുകൾ, അതായത് ബെൻസ് BM ഇതേ സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളിലാണ് ഇതേപോലത്തെ ഹാൻഡ് ബ്രേക്ക് വരിക. ഇത് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴേക്ക് ആക്കുക വേണം, ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് വരുത്തും വേണം. ഓൾറെഡി വാഹനം നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ഹാൻഡ് ബ്രേക്ക് ആവും. നമ്മൾ വാഹനം രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥാനത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് റിലീസ് ചെയ്തെങ്കിൽ മാത്രമേ വാഹനം മുന്നോട്ട് പോവുള്ളൂ. അതെല്ലാം കമ്പനി ഓട്ടോമേഷനായിട്ട് ഇതിൽ വരുത്തി വെച്ചിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറെല്ലാം കണ്ടോ വളരെ നീറ്റായിട്ട്, എന്തൊരു ഭംഗി, ഒരു മനസ്സ് കുളിരുന്ന ഒരു കളറ്. അതായത് ഇങ്ങനത്തെ ഒരു ഇത് എൻ്റെ അഭിപ്രായത്തിൽ വളരെ പ്രീമിയം ലക്ഷറി കാറുകൾക്ക് കാണുന്നുള്ളൂ, എങ്കിലും ഇത് നല്ല നീറ്റായിട്ടുണ്ട് ഇത്. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കിലെ റോ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഓക്കെ, ബാക്കിലെ റോയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാനുള്ളത് ലെഗ് സ്പേസ്, അതേപോലെ ആംബ്രസ്റ്റ്, രണ്ടാളുകൾക്കും സുഖമായിട്ട് യാത്ര ചെയ്യാനും, അതായത് ആംബ്രസ്റ്റ് രണ്ടാളുകൾക്കും പിന്നെ ആംബ്രസ്റ്റ് സിംഗിൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇതിൽ അത്രയും വലിപ്പത്തിൽ ഇത് ആംബ്രസ്റ്റ് എല്ലാം ഉണ്ട്. ഒന്നുകൊണ്ടും ഈ വാഹനത്തെ ഒരു മോശമായി ചിത്രീകരിക്കാനോ പറയാനോ നമുക്ക് കഴിയില്ല. കാരണം ഇതിൻ്റെ ഫെസിലിറ്റി അത്രയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 35 ലക്ഷം രൂപ വില വാഹനത്തിൻ്റെ എന്തെല്ലാം വരാവോ അത് മാക്സിമം ഈ വാഹനത്തിൽ കമ്പനി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രൈസ് എത്രയെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇതിൻ്റെ ലോൺ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ലോൺ എത്ര ഇതിന് ലഭിക്കുന്നുള്ളത്, ആ 2 വിവരങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഈ അമേരിക്കൻ വാഹനം നിങ്ങൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇത് ഇന്ത്യക്കാർക്ക്, അതായത് നമുക്കൊക്കെ തന്നൊരു സമ്മാനമായിട്ട് നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത്, ഇത് 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ലിമിറ്റഡ് ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് 12,75,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് 1 ലക്ഷം രൂപ നിങ്ങൾ മുടക്കിൽ ബാക്കി ഇതിന് ലോണും അവൈലബിൾ ആയിട്ട് കിട്ടും. പക്ഷേ ഒരു കാര്യം നമ്മൾ എന്താ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ 10 ലക്ഷത്തിൻ്റെ മുകളിൽ ലോൺ ആകുമ്പോൾ ഓൾറെഡി നമ്മൾ നല്ല IT അടക്കുന്ന ആളായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അടവ് തിരിച്ചടക്കാനുള്ള ഇൻകം സോഴ്സ് നമ്മൾ കാണിക്കേണ്ടി വരും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വാഹനം വിൽക്കുക എന്നുള്ളത് നമുക്ക് അഭിപ്രായമില്ല. പക്ഷേ ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങളടുത്ത് പറയുമ്പോൾ കറക്റ്റായിട്ടാണ് പറയുന്നത്. അല്ല നാളെ 1 ലക്ഷം രൂപയായിട്ട് വന്നിട്ട് ഈ വാഹനം വേണമെന്ന് പറഞ്ഞാൽ ഓൾറെഡി ചിലപ്പോൾ ലഭിച്ചെന്ന് വരില്ല. കാരണം ബാക്കി ഫിനാൻസ് അവൈലബിൾ ആണ്. ഈ ഫിനാൻസ് വാങ്ങാനും അത് ഉപയോഗിക്കാനും നമ്മൾ എലിജിബിൾ ആണെന്നുള്ള ബാങ്കിന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വാഹനം സ്വന്തമാക്കാം. അപ്പോൾ ഈ വാഹനത്തിന് 2 വർഷത്തെ എക്സ്റ്റൻഡ് വാറണ്ടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഈ വാഹനത്തിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും കമ്പനിയിൽ നേരിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാറണ്ടി പീരീഡ് കഴിയുന്നതിന് മുമ്പാണെങ്കിൽ ആ കംപ്ലയിൻ്റ് എല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ പുതിയ ഇൻഷുറൻസ് ഈ വാഹനത്തിന് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഉള്ള ഈ വാഹനം നിങ്ങൾക്ക് 12,75,000 രൂപയ്ക്ക് തരാൻ പറ്റും. അതിൽ നിങ്ങൾക്കൊരു 11.25 ലക്ഷം 12 ലക്ഷം വരെ നമുക്ക് ലോണും അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോണിന് വേണ്ടിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ലോൺ അടക്കാൻ, ലോൺ വാങ്ങാൻ നമ്മൾ എലിജിബിൾ ആണ് എന്ന് കമ്പനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് ലോൺ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. നിങ്ങൾ IT അടക്കുന്ന ആൾ, അതേപോലെ നിങ്ങൾക്ക് ഇൻകം സോഴ്സ് കാണിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സിബിലിൽ പ്രശ്നമില്ല. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ വന്നോളൂ. നിങ്ങൾക്ക് ഈ വാഹനം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതിൽ കുറഞ്ഞ എമൗണ്ട് മുതൽ മുടക്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ഈ വാഹനത്തെക്കുറിച്ചുള്ള ഇതിൻ്റെ ഫോട്ടോസ്, ഡീറ്റെയിൽസ്, മറ്റു കാര്യങ്ങൾ, ഇതിൽ ഞാൻ വിട്ടുപോയ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് നമ്പറായ 9188551234 എന്ന ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോട്ടോസ്, മറ്റ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി മാനുസ് കാർ വേൾഡിൻ്റെ പുതിയ ഓഫറുകൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തി തരാം. 2024 ജനുവരി 1 മുതൽ 2024 ഡിസംബർ 25 വരെ, അതായത് 1 വർഷത്തേക്ക്, ഈ 1 വർഷം 2024 എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിലെ 25ാമത്തെ വർഷമാണ്. അതായത് മാനുസ് കാർ വേൾഡിൻ്റെ വിജയകരമായ യാത്രയുടെ 25ാമത്തെ വാർഷികമാണ്. 25 സിൽവർ ജൂബിലി ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ഈ ആഘോഷത്തിൽ നിങ്ങളെ കൂടി ഞങ്ങൾ പങ്കുചേർത്തുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ഓഫറുകൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഓഫർ, നിങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക്, 2024 നിങ്ങൾ വാഹനം തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് മലേഷ്യയിലേക്കുള്ള ഫുൾ പാക്കേജോട് കൂടിയ ഒരാൾക്കുള്ള ടൂർ പാക്കേജ് ഞങ്ങൾ തികച്ചും സൗജന്യമായി നൽകുന്നതാണ്. അതേപോലെ ഞങ്ങളുടെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് യൂട്യൂബ് അക്കൗണ്ടുകൾ നിങ്ങൾ 5 പേർക്ക് മെൻഷൻ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ ഓഫീസ് നമ്പറായ 9188551234 എന്ന നമ്പറിലേക്ക് നിങ്ങൾ അയച്ചാൽ അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക്
വയനാട്ടിലോ മൂന്നാറിലോ ഒരു അടിപൊളി റിസോർട്ടിൽ ഒരു ദിവസത്തെ താമസം തികച്ചും സൗജന്യമായി മനോജ് കാർ വേൾഡ് നൽകുന്നതാണ്. അതേപോലെ മനോജ് കാർ വേൾഡിൽ നിന്ന് വാഹനം വാങ്ങുന്ന എല്ലാവർക്കും സർപ്രൈസ് ഗിഫ്റ്റും ഞങ്ങൾ നൽകുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരാം. അതുവരേക്കും ബൈ.